സംസ്ഥാന സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നയിക്കുന്ന തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം. ഇരിങ്ങാലക്കുടയിലെ വികസന കുതിപ്പിന്റെ നേർചിത്രങ്ങളാണ് നവകേരളം നവമുന്നേറ്റത്തിൽ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ആദ്യം എത്തുന്നത്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നഗരസഭയും മുകുന്ദപുരം താലൂക്കിലെ ആളൂർ, കാറളം, കാട്ടൂർ, മുരിയാട്, പടിയൂർ, പൂമംഗലം, വേളൂക്കര എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം. സംസ്ഥാന സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ ഡോക്ടർ ആർ ബിന്ദുവാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. മണ്ഡലത്തിൽ സമഗ്ര മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. 46,860 സ്ക്വയർ ഫീറ്റ് ഏരിയയും 31,140 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഏരിയയുമുള്ള അത്യാധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ബൃഹത് പദ്ധതിയാണ്. വിശാലമായ വാണിജ്യ കേന്ദ്രം, ഓഫീസ് ഏരിയകൾ, കോൺഫറൻസ് ഹാൾ, താമസ സൗകര്യം എന്നിവയ്ക്കൊപ്പം ഭാവിയിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ, ഫുഡ് മാൾ എന്നിവ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഡിസൈനിലുണ്ട്. അംഗപരിമിതർക്കും പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കെട്ടിടം. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 1.25 കോടിയുടെ ഒരു അത്യന്താധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം കേരള ഗവൺമെൻറ്റിൻ്റെ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലോകത്തിൻ്റെ തന്നെ മുൻപിൽ വലിയ അഭിമാനത്തോടു കൂടി നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുട, നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം എടുത്തു പറയേണ്ടതാണ്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന്റെ സമാനതകളില്ലാത്ത നാളുകളിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള നടവരമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് അനുവദിച്ച് കിട്ടിയത്. മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രമെന്ന രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ആസ്തി വികസന ഫണ്ട് കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 10.5 കോടി രൂപയുടെ കെട്ടിട സമുച്ചയങ്ങൾ അവിടെ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂളും ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളും. ഈ 2 സ്കൂളുകൾക്കും 1 കോടി രൂപ വീതം നൽകി പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്.
അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. കോന്തിപുലം പാടം സ്ഥിരം തടയണ നിർമ്മാണം, പൂമംഗലം പടിയൂർ കോൾ വികസന പദ്ധതി, ഉണ്ണായി വാര്യർ കലാനിലയം, നിപ്മർ തുടങ്ങി ഇരിങ്ങാലക്കുട മണ്ഡലത്തിന്റെ വിവിധ മേഖലകൾക്ക് മികച്ച പരിഗണന നൽകിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു പാതയായ വെള്ളപ്പൊക്കത്തിന് എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം കയറുന്ന റോഡ് എന്ന രീതിയിലാണ് മൂർക്കനാട് നിന്നും കാർളത്തേക്കും കാർളത്ത് നിന്ന് കാട്ടൂരിലേക്കും പോകുന്ന റോഡ്. ആ റോഡിൻ്റെ സമഗ്രമായിട്ട് വികസനത്തിന് വേണ്ടി പുത്തൻതോട് മുതൽ കാട്ടൂർ വരെയുള്ള ഒരു 18 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന് 48 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ മുൻ മന്ത്രിയായിരുന്ന PK ചാത്തർ മാസ്റ്ററുടെ പേരിലുള്ള റോഡ് നിർമ്മാണത്തിന് 10 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്കിപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. കുമ്പിടിഞ്ഞാമാക്കൽ ജംഗ്ഷൻ വികസനം 50 കോടി രൂപ, ഇരിങ്ങാലക്കുട KSRTC ബസ് സ്റ്റാൻഡ് ചുറ്റുമതിൽ 5 കോടി രൂപ, കിഴുത്താണി ജംഗ്ഷൻ നവീകരണം, മനപ്പടി വരെ കാനകെട്ടൽ 1 കോടി രൂപ, കാട്ടൂർ കമ്മ്യൂണിറ്റി സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന് 2 കോടി രൂപ, നന്ദി ടൂറിസം പദ്ധതിക്ക് 10 കോടി രൂപ, അവണ്ടുറിഞ്ചാൽ പാലം 24 കോടി രൂപ, കരുവന്നൂർ സൗത്ത് ബണ്ട് റോഡ് 85.35 കോടി രൂപ, വെള്ളാനി പുളിയമ്പാടം സമഗ്ര പുനരുദ്ധാരണ പദ്ധതി 3.25 കോടി രൂപ, KLDC കനാൽ ഷൺമുഖം കനാൽ സംയോജനം 20 കോടി രൂപ, ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ EMRI, CT സ്കാൻ ഉൾപ്പെടെ സ്കാനിംഗ് യൂണിറ്റിന് 15 കോടി രൂപ, ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന് 10 കോടി രൂപ, ഇരിങ്ങാലക്കുട മൂരിയാട് വേളൂക്കര കുടിവെള്ള പദ്ധതിക്ക് 72 കോടി രൂപ, ജുഡീഷ്യൽ കോടതി കോംപ്ലക്സ് 2ാം ഘട്ട നിർമ്മാണത്തിന് 67 കോടി രൂപ, ആളൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് 50 കോടി രൂപ, ഇരിങ്ങാലക്കുട മിനി സിവിൽ സ്റ്റേഷൻ നവീകരണം ഭിന്നശേഷി സൗഹൃദമാക്കാൻ ലിഫ്റ്റ് നിർമ്മാണ പ്രവൃത്തികൾക്ക് 2 കോടി രൂപ, ആളൂർ ഗവൺമെന്റ് കോളേജിന് 25 കോടി രൂപ, കാറളം ആലൂക്കക്കടവ് പാലത്തിന് 16 കോടി രൂപ, പടിയൂർ പുരിഞ്ഞാനം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചക്കരപ്പാടം പാലം നിർമ്മാണത്തിന് 6 കോടി രൂപ, ഇരിങ്ങാലക്കുട നഗരസഭ, പൂമംഗലം പഞ്ചായത്ത്, വേളൂക്കര പഞ്ചായത്ത് എന്നിവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുളത്തുംപടി പാലത്തിന് 2.5 കോടി രൂപ, കനോലി കനാലിന്റെ വീതിയും ആഴവും കൂട്ടാനായി 50 കോടി രൂപ, കെട്ടുച്ചിറ സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മാണത്തിനായി 15 കോടി രൂപ എന്നിവയും മണ്ഡലത്തിൽ എടുത്തു പറയേണ്ട വികസന പ്രവർത്തനങ്ങളാണ്. പതിറ്റാണ്ടുകളായി ഇരിങ്ങാലക്കുടക്കാരുടെ പ്രധാനപ്പെട്ട സ്വപ്നമായിരുന്നു ഡാണ ചന്തക്കുന്ന് റോഡിൻ്റെ വികസനം. അതിന് 17 മീറ്റർ വീതിയിൽ സ്ഥലമേറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ KSTP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെയാണ് 7 നില ബിൽഡിംഗ് പുതിയതായി നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ജനറൽ ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 നില കെട്ടിടം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുന്നതോടുകൂടി ഈ ജില്ലയിലെ 2ാമത്തെ ഏറ്റവും വലിയ ആശുപത്രി എന്ന രീതിയിലേക്ക് നമ്മുടെ ജനറൽ ആശുപത്രി മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോടതികളിൽ ഒന്നായി ഹൈക്കോടതി സമുച്ചയം കഴിഞ്ഞാൽ 2ാമത്തെ കോടതി സമുച്ചയമായി ഇരിങ്ങാലക്കുടയിലെ കോടതി സമുച്ചയം മാറുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇരിങ്ങാലക്കുടയുടെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞു. BMBC ടാറിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഗ്രാമീണ റോഡുകൾ മുഖ്യമന്ത്രിയുടെ സഹായത്തോടുകൂടി നിരവധി റോഡുകളാണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. കർഷകരുടെ ദീർഘകാല ആവശ്യമായ കോന്തിപുരം പാടത്ത് സ്ഥിരം തടയണ നിർമ്മിക്കുന്നതിന് 12.21 കോടി രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചു. പടിയൂർ പൂമംഗലം കോൾ വികസനത്തിന് 3 കോടി രൂപ, കേരള ഫീഡ്സിന് 20 കോടി രൂപ, സമഗ്ര കാർഷിക വികസനം മുൻനിർത്തി നടപ്പാക്കുന്ന പച്ചക്കുട പദ്ധതിക്ക് 1 കോടി രൂപയും നീക്കിവച്ചു. ഭിന്നശേഷി പുനരധിവാസത്തെ കേരളത്തിന്റെ അഭിമാന സ്ഥാപനമായ നിപ്മറിന് 12 കോടി രൂപയാണ് അനുവദിച്ചത്. ഉണ്ണായി വാര്യർ കലാനിലയത്തിന് 1/2 കോടിയും ഇരിങ്ങാലക്കുട നാടകക്കളരി തിയേറ്റർ സമുച്ചയത്തിന് 10 കോടി രൂപയുടെ പദ്ധതികളും പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു. ആളൂരിലെ കല്ലറ്റിങ്കലിൽ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ഓഫീസിന് 1,13 ലക്ഷം രൂപ കിഫ്ബി വഴി നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പറയങ്കടവ് പാലം കാട്ടൂരിനെയും അതുപോലെ തന്നെ ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തെ കയ്പമംഗലം മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന പറയങ്കടവ് പാലത്തിന് കിഫ്ബി വഴി പണം അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു സർവ്വതോന്മുഖമായിട്ട് വികസനം എന്ന് പറയുന്നത് ഇങ്ങനെ വിവിധ തലങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള സഹായം വഴിയുണ്ട്, ആർത്തി വികസന ഫണ്ടിൻ്റെ ഉണ്ട്, സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഉണ്ട്. ഇതെല്ലാം കൂടി
വലിയ വികസനത്തിൻ്റെ മുന്നേറ്റമാണ് ഇരിങ്ങാലക്കുടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മുടെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈയോട് കൂടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തേരോട്ടമാണ് നടക്കുന്നത്. ഇത് നമ്മുടെ 4ാം വർഷം പൂർത്തീകരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് വലിയ ഊർജം പകരുന്നതാണ്. ഇടതുപക്ഷ സർക്കാരിന് പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ജനങ്ങളാകെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സമഗ്ര മേഖലകളിലും വികസനത്തിന്റെ പുതുനാളങ്ങൾ തീർത്ത് ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം കുതിക്കുകയാണ്. വികസനത്തിന്റെ പുതിയ മാതൃകകൾ തീർത്തുകൊണ്ട് സമഗ്ര മേഖലകളിലും വലിയ വികസന പ്രവർത്തനമാണ് മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത്. വികസന തേരിലേറി ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം ഒരു പുതു മാതൃക നമുക്ക് കാട്ടിത്തരികയാണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാന പട്ടണമാണ് കൂത്തുപറമ്പ്. വലിയ വെളിച്ചം വ്യവസായ വളർച്ചാ കേന്ദ്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും കേരള ചരിത്രത്തിൽ ചേർക്കപ്പെട്ട പ്രദേശവുമായ കൂത്തുപറമ്പിൻ്റെയും കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൻ്റെയും വർത്തമാനകാല യാത്രകളാണ് ഇനി നവകേരളം നവമുന്നേറ്റത്തിൽ. കേരളത്തിൽ ഇടത്തര വൻകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ KSIDCക്ക് കീഴിലെ കണ്ണൂർ ജില്ലയിലെ വലിയ വെളിച്ചം കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൂത്തുപറമ്പിലാണ്. കോട്ടയം രാജവംശവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കൂത്തുപറമ്പിന്റെ ചരിത്രം. അതേസമയം രാഷ്ട്രീയപരമായി കേരളം എന്നും ചർച്ച ചെയ്യുന്ന പ്രദേശം കൂടിയാണിത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലാണ് കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കൂത്തുപറമ്പ്, പാനൂർ എന്നീ നഗരസഭകളും കോട്ടയം, കുന്നോത്തുപറമ്പ്, മൊകേരി, പാട്യം, തൃപ്പങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലം. KP മോഹനനാണ് മണ്ഡലത്തെ നിലവിൽ പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായതാണ്. ഒരു വികസന കുതിപ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്.
സമസ്ത മേഖലയിലും അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന് ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് കിഫ്ബിയുടേതാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ബോർഡ് ആണ് ഇതിൻ്റെയൊക്കെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളുടെയും ഫണ്ടിങ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളായാലും അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രി കെട്ടിടങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അതുപോലെ സർക്കാർ സ്കൂളുകളുടെ മെച്ചപ്പെടുത്തൽ, അത് പ്രൈമറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വരെയുള്ള സ്കൂളുകളുടെ കെട്ടിടങ്ങൾ പുതുക്കി പണിയുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പുതിയ റോഡുകൾ, പാലങ്ങളൊക്കെ വരികയാണ്. ദേശീയപാത വികസനം, അതുപോലെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മാറ്റമാണ് നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോഴും നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് കിഫ്ബി തന്നെയാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സുപ്രധാന വികസന പ്രവർത്തനമായിരുന്നു കൂത്തുപറമ്പ് മുനിസിപ്പൽ സ്റ്റേഡിയം. ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയൊരുക്കിയ സ്റ്റേഡിയ നവീകരണം ഏകദേശം 5.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കായിക പ്രേമികളുടെ ഇഷ്ടകേന്ദ്രമായ സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മുന്നേറ്റം മണ്ഡലത്തിനും കണ്ണൂർ ജില്ലയ്ക്കും അഭിമാനകരമായ നേട്ടമാണ്. സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് പേരുകേട്ട കൂത്തുപറമ്പിന്റെ വിദ്യാഭ്യാസ മേഖലയും മികവുറ്റ രീതിയിൽ വികസന പ്രവർത്തനങ്ങളിൽ കോർത്തിട്ടിരിക്കുന്നു. കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പറം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പാട്യം എന്നിങ്ങനെ വരുന്ന വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ അരങ്ങേറുന്ന വികസന കുതിപ്പിനെ അടിവരയിട്ട് രേഖപ്പെടുത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷം കൂടി ഉറപ്പാക്കുന്ന കർമ്മ പദ്ധതികളാണ് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുവരുന്നത്.
കൂത്തുപറമ്പ് നഗരസഭയിൽ പ്രധാനപ്പെട്ട 2 പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ ഫണ്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപ കിഫ്ബി ഫണ്ടാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, കൂത്തുപറമ്പിൻ്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള റിംഗ് റോഡ് പദ്ധതിയാണ്. അപ്പോൾ കൂത്തുപറമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരിട്ടി മട്ടന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന റോഡ്, അതുപോലെ കൊട്ടിയൂരിൽ നിന്ന് വരുന്ന റോഡ്, കണ്ണൂരിൽ നിന്നുള്ളത്, തലശ്ശേരിയിൽ നിന്ന്, ഈ റോഡുകളെല്ലാം സംഗമിക്കുന്ന ഒരു ടൗണാണ് കൂത്തുപറമ്പ് ടൗൺ. അതുകൊണ്ട് തന്നെ കൂത്തുപറമ്പ് നേരിട്ടിരുന്ന ഗതാഗത കുരുക്ക് വളരെ വലിയ പ്രശ്നം തന്നെ യാത്രക്കാർക്ക് സൃഷ്ടിച്ചിരുന്നു. അതിന് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടിക്കുന്ന് ആമ്പിലാട് റോഡ്, അതിൻ്റെ തന്നെ ഭാഗമായി പഴയ നിരത്ത് പുറക്കളം വരെയുള്ള റോഡ്, റിംഗ് റോഡ് പദ്ധതി 1ാം ഘട്ടം റിംഗ് റോഡ് എന്ന രീതിയിൽ പിണറായി സർക്കാർ 32 കോടി രൂപയാണ് കൂത്തുപറമ്പ് നഗരസഭയ്ക്ക് ഈ ഒരു ആവശ്യത്തിന് അനുവദിച്ചത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. സ്ഥല ഉടമകൾക്ക് അവരുടെ സ്ഥലത്തിൻ്റെ വാല്യുവേഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട്. പഴയ നിരത്ത് പുറക്കളം വരെയുള്ള റോഡിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കുട്ടിക്കുന്ന് ആമ്പിലാട് ഭാഗത്തിൻ്റേതാണ് ഇനി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ റിംഗ് റോഡിൻ്റെ ഇനി 2ാം ഘട്ട പ്രവർത്തനം കൂടി വരേണ്ടതായുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, അതുകൂടി വന്നു കഴിഞ്ഞാൽ കൂത്തുപറമ്പിൻ്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം തന്നെയാകും. അപ്പോൾ കിഫ്ബിയിലൂടെ ഈ തരത്തിൽ ഫണ്ട് അനുവദിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ അതിവേഗത്തിൽ പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നത്. വാണിജ്യ, സാംസ്കാരിക, ശുദ്ധജല വിതരണ, ഗതാഗത മേഖലകളിലും കൂത്തുപറമ്പ് മണ്ഡലം മാതൃക തീർക്കുന്നുണ്ട്. മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന പാതകൾ ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ റോഡ് സൗകര്യങ്ങൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ജനജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചം വീശുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങളും വിപുലമായ വികാസത്തോടെ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. കേരള രാഷ്ട്രീയ രേഖകളിൽ എക്കാലവും എടുത്തു കാണിക്കുന്ന നാമമാണ് കൂത്തുപറമ്പ്. ഒരു തരത്തിൽ രാഷ്ട്രീയ കേരളം അത്തരം ചർച്ചകളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന കൂത്തുപറമ്പിന്റെ വർത്തമാനകാല ചിത്രങ്ങളും വികസന നേട്ടങ്ങളും നവകേരളം നവമുന്നേറ്റത്തിലൂടെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതിലൂടെ കൂത്തുപറമ്പ് കൂടുതൽ മികച്ച ചർച്ചകളിലേക്ക് വഴിമാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള രാഷ്ട്രീയ രേഖകളിൽ എക്കാലവും എടുത്തു കാണിക്കുന്ന നാമമാണ് കൂത്തുപറമ്പ്. ഒരു തരത്തിൽ രാഷ്ട്രീയ കേരളം അത്തരം ചർച്ചകളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന കൂത്തുപറമ്പിൻ്റെ വർത്തമാനകാല ചിത്രങ്ങളും വികസന നേട്ടങ്ങളും നവകേരളം നവമുന്നേറ്റത്തിലൂടെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതിലൂടെ കൂത്തുപറമ്പ് കൂടുതൽ മികച്ച ചർച്ചകളിലേക്ക് വഴിമാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു.